ഇന്ത്യ മഹാരാജ്യം വർഷങ്ങളായി ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ്. പക്ഷേ ഈ കോൺഗ്രസ് എല്ലാ കാലത്തും നെഹ്റു, ഇന്ദിര, രാജീവ് ഗാന്ധി അങ്ങനെ ഒരു ത്രയത്തിൽ കറങ്ങുകയായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ തുടർച്ചയായി പരാജയമുണ്ടായപ്പോൾ അംബേദ്കർ സ്നേഹമാണ്. അംബേദ്കറിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു. അദ്ദേഹത്തിനായി ഇനി രാഹുൽ ഗാന്ധി വേണമെങ്കിൽ പോരാടി മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ അതിനെതിരെ ഇപ്പോൾ അംബേദ്കറുമായി ബന്ധപ്പെട്ട് BJPക്ക് ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി ഇപ്പോൾ BJP പ്രചരണത്തിന് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം അംബേദ്കറിന് ചുറ്റും കറങ്ങുകയാണോ? ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം 2014 അതിന് മുമ്പ് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 2014 മോദി അഴിമതിക്കെതിരെ ഉള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അതിനുശേഷം അധികാരത്തിൽ വന്ന 5 കൊല്ലത്തിന് ശേഷം BJP പണ്ട് അധികാരത്തിൽ നിന്ന് പുറത്തു പോയതുപോലെ പുറത്തു പോകും, വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള ധാരണയിലൊക്കെയാണ് കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള ഒരു പോക്ക് വന്നത്. അപ്പം അതിന് വ്യത്യസ്തമായിട്ട് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ വയ്യാത്തവണ്ണം 2014 ശേഷമുള്ള BJPയുടെ പ്രവർത്തനവും BJPയുടെ പോക്കും വളരെ നമ്മൾ കണ്ടിട്ടുള്ള വളരെ വലുതായിട്ടുള്ള പോക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാരെ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ MLA-മാരെയും MP-മാരെയും ഉൾപ്പെടെയുള്ളവരെ പർച്ചേസ് ചെയ്യുകയും, അല്ലെങ്കിൽ അവർ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് ആഴത്തിൽ വേരുകളുള്ള സംസ്ഥാനങ്ങളൊക്കെ കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞു പോവുകയും ആടിയുലഞ്ഞു പോവുകയും കോൺഗ്രസ് ഇല്ലായ്മ ചെയ്തു പോവുകയും ചെയ്യുന്നു. അതായത് സമ്പൂർണ്ണ ആധിപത്യത്തിൽ കൂടി BJP മുന്നോട്ട് പോകുന്ന ഒരു രീതി. അതിനുശേഷം 2019 പ്രതീക്ഷയോടുകൂടി പല മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും വളരെ പരിശ്രമിച്ചിട്ട് പോലും 2014 കൂടുതൽ ഭൂരിപക്ഷത്തിൽ 2019 അധികാരത്തിൽ വരുന്നു. അപ്പോഴും കോൺഗ്രസിന്റെ മുന്നേറ്റം, BJPയുടെ മുന്നേറ്റം, ഈ കോൺഗ്രസിന്റെ മുന്നേറ്റം അല്ല BJPയുടെ മുന്നേറ്റം കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു മുന്നേറ്റമാണ്. അപ്പം പിന്നെ നമ്മൾ കണ്ട ആദ്യത്തെ 2014 അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ചായക്കടക്കാരൻ്റെ മകനാണെന്നും, അല്ലെങ്കിൽ ഈ ഏറ്റവും ആദ്യം അന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് കലാപമാണ്. ഈ ഗുജറാത്ത് കലാപം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുജറാത്ത് കലാപത്തിൻ്റെ നരഭോജിയായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ആ മുദ്രാവാക്യം ഏറ്റെടുത്താൽ മാത്രം മതി ഈ കോൺഗ്രസ്സിന് വളരെ വ്യക്തമായിട്ടും വളരെ കൃത്യമായിട്ടും അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ആ മുദ്രാവാക്യം ഏറ്റെടുത്തു. കേരളത്തിൽ പല നേതാക്കന്മാർ പറഞ്ഞ വാക്കാണ് നമ്മളീ പറഞ്ഞത്. ഒന്നും ചെയ്യേണ്ട, വിഷ്ണുനാഥ് പറഞ്ഞതാണ്, നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും, ഒന്നും പറയണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് ജയിക്കാമല്ലോ, അത് മാത്രം മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അദ്ദേഹം അവതരിക്കുന്നത് ചായക്കടക്കാരൻ്റെ മകൻ, OBC ലേബൽ, ഈ ലേബലിലാണ് പുള്ളി അവതരിക്കുന്നത്. അപ്പം ഇത് ഏറ്റെടുത്തപ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞു. കാരണം ഗുജറാത്ത് കലാപത്തിൻ്റെ ശേഷം നരേന്ദ്രമോദിക്ക് ഗുജറാത്തിലുണ്ടാക്കിയ അതേ ഹൈപ്പ് ഇന്ത്യയിൽ മൊത്തം ഉണ്ടായി. അതിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ആ പ്രചരണം അവിടെ പാളി. 2019 മോദി കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് ചില വിമാന ഇടപാടുകളൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ വെച്ച് അതും മോദി ഏറ്റെടുത്ത് പാളി. അപ്പം ഇവരുടെ സമരങ്ങളെല്ലാം പരാജയപ്പെടുന്ന ഒരു രീതിയിലേക്ക്, അതായത് സമരങ്ങൾ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളില്ലാതെ ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുമ്പോൾ പല നെറേറ്റീവ്സ് കിട്ടുമായിരുന്നു. ആരുടെ ഉപദേശമാണെന്നറിയത്തില്ല. ഈ പറയുന്ന പോലെ ഭരണഘടന പ്രശ്നമാണ്, അല്ലെങ്കിൽ ഭരണഘടന കുഴപ്പമാണ്. ആദ്യം വന്ന് പറഞ്ഞത് BJP അധികാരത്തിൽ വന്നാൽ വർഗീയ പാർട്ടി ആയതുകൊണ്ട് ഇന്ത്യയിലുടനീളം കലാപം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. ആ രീതിയിലുള്ള പ്രചരണം തിരിച്ചടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതൊരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അല്ലെങ്കിൽ നരേന്ദ്രമോദി ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന് വേണ്ടി നിൽക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുവിൻ്റെ ഏകീകരണം ഇത്ര കണ്ട് വരുമെന്ന് ഒരു പക്ഷേ കോൺഗ്രസ് ധരിച്ചിട്ടുണ്ടാകുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ OBC കാർഡ്, അംബേദ്കർ കാർഡ്, അല്ലെങ്കിൽ ഭരണഘടനാ കാർഡ്, ഭരണഘടന എടുത്തുകൊണ്ട് വന്നു. കഴിഞ്ഞ ദിവസം ഭരണഘടന എടുത്തുകൊണ്ട് വന്നു. ഭരണഘടന ചർച്ച ചെയ്യുന്നതിന് വേണ്ടി BJP തയ്യാറായി. BJP വളരെ പ്രിപ്പയറോടുകൂടി വന്നു. ഭരണഘടന ചർച്ച ചെയ്തപ്പോൾ ഈ 50-55 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഭരണഘടനയ്ക്കകത്ത് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാണിച്ചുകൂടാത്ത കാര്യങ്ങൾ മൊത്തം ഒരു ലോക്സഭയിലും രാജ്യസഭയിലും രേഖയിലാക്കി. അതായത് ഇതുവരെ ഭരണഘടനയിൽ എത്ര തിരുത്തുകൾ വരുത്തിയിട്ടുണ്ട്, ഭരണഘടനയെ ഉപയോഗിച്ച് എന്തെല്ലാം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, ഭരണഘടന ഉപയോഗിച്ച് ഇവിടുത്തെ സുപ്രീം കോടതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഭരണഘടന ഉപയോഗിച്ച് ഇവിടുത്തെ ജഡ്ജിമാരെ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെ ഭരണഘടനയിൽ പറയാത്ത രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ വരെ നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തെളിവുകൾ സഹിതം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ചർച്ച ചെയ്യുന്നൊരവസ്ഥ. ഇതെല്ലാം ലോകസഭയിലും രാജ്യസഭയിലും രേഖകളാകുന്ന ഒരവസ്ഥ. ഈ ഒരു മുദ്രാവാക്യം കൊണ്ടുവന്ന അബദ്ധമായ ഒരു കാര്യം കൊണ്ടുവന്നാൽ
വെളിയിൽ ഈ പ്രചരണം നടത്തി അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതിന് വ്യക്തത വരുത്താതെ പോകുന്ന ഒരു സമര രീതിയാണ് കോൺഗ്രസിന് വേണ്ടിയിരുന്നത്. പക്ഷേ ഇത് പാർലമെന്റിൽ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി അവതരിക്കുക, സബ്മിഷന് വേണ്ടി ചോദിക്കുക. ഒരുപക്ഷെ സബ്മിഷൻ കൊടുക്കത്തില്ല എന്നുണ്ടായിരിക്കും അദ്ദേഹം സബ്മിഷന് വേണ്ടി ചോദിച്ച് സബ്മിഷൻ അനുവദിച്ചു. സബ്മിഷൻ വേണ്ടി വളരെ കാലമായിട്ട് ഈ രാഹുൽ ഗാന്ധി ഇതിന്റെ പുറകിൽ നിൽക്കുമ്പോൾ അതിന് അനുവദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അനുവദിച്ചോ ചർച്ച ചെയ്യുന്നു. അപ്പോഴാണ് അതിനകത്തുനിന്ന് രാജ്യസഭയിൽ ചർച്ച വെച്ചപ്പോൾ ചർച്ചയ്ക്കകത്തുനിന്ന് അംബേദ്കർ എന്ന് നിരന്തരം പറയുന്നതിന് പകരം നിങ്ങൾ ദൈവമേ 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 എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് മോക്ഷമെങ്കിലും കിട്ടും എന്ന് പറഞ്ഞ ഒരു വാക്കെടുത്ത് അംബേദ്കറെ അപമാനിച്ചു എന്ന രീതിയിൽ പറഞ്ഞ മനസ്സിലാക്കുക. അമിത്ഷാ എങ്ങനെ പറഞ്ഞ അംബേദ്കറെ അപമാനിച്ചു എന്നുള്ള രീതി പ്രചരണം നടത്തി. ആ പ്രചരണം നടത്തിയ ശേഷം ആ പ്രചരണത്തിനകത്തെ തെറ്റുകൾ അല്ലെങ്കിൽ ആ പ്രചരണത്തിനകത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും പാർലമെന്റിന് വെളിയിൽ സമരം നടത്തി. ആ സമയത്താണ് ഒരു വൃദ്ധനായിട്ടുള്ള MP ലീഡ് ഒരു സ്ത്രീയെ കയ്യേറ്റം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ BJP ഈ പറഞ്ഞ ഇവർ ഏറ്റെടുത്ത ആയുധം BJPയുടെ കൈകളിലെത്തിച്ച് BJP ആയുധം ഉപയോഗിച്ച് പോരാടാൻ തുടങ്ങിയാണ്. അതായത് ഈ ഭരണഘടനയ്ക്കകത്ത് കോൺഗ്രസിന് പറ്റിയ അപകടം, ഭരണഘടനയ്ക്കകത്ത് ഭരണഘടന ഇല്ലായ്മ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തിലേക്ക് BJP പോകുന്നു. അവരുടെ കയ്യിൽ ഭൂരിപക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണഘടന ഇല്ലായ്മ ചെയ്തുള്ള ഭരണം, അവരുടെ മനുസ്മൃതി അനുസരിച്ചുള്ള ഭരണം എന്നൊക്കെ പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയത്. അത് വളരെ പച്ചക്കള്ളമാണ്. ഭരണഘടനയെ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിട്ടുള്ളതും തിരുത്തൽ വരുത്തിയിട്ടുള്ളതും അതിനപ്പുറം ഭരണഘടനയെ പോലും പരിഗണിക്കാതെ അവരുടെ താല്പര്യത്തിന്, കോൺഗ്രസിന്റെ താല്പര്യത്തിന്, നെഹ്റുവിന്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ താല്പര്യത്തിന് ഇവിടുത്തെ നിയമങ്ങൾ മാറ്റിമറിച്ചിട്ടുള്ളതും അക്കമിട്ട് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിനകത്ത് അവർ ഉപദ്രവിച്ചിട്ടുള്ള വ്യക്തികളുടെ പേരെടുത്ത് ലോക്സഭയിലും നിയമസഭയിലും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിനെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെ സോറസിന്റെ ഫണ്ട് ഉപയോഗിച്ച് സോറസിന്റെ NGOസുമായിട്ടുള്ള ബന്ധം അവർ ഉയർത്തി കാണിച്ചുകൊണ്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് സോറസ് ഫണ്ട് മേടിച്ച കാര്യം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ, ചൈനയിൽ നിന്ന് ഫണ്ട് മേടിച്ച കാര്യം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ, വ്യക്തമായ തെളിവുകളുമായിട്ട് വന്നപ്പോൾ, ഈ തെളിവുകൾ വിദേശ രാജ്യങ്ങളിൽ പോലും ചർച്ചയാവുന്ന അവസ്ഥ വന്നപ്പോൾ, നിയുക്ത പ്രസിഡന്റ് ട്രംപ് ഇതെടുത്ത് ട്വീറ്റ് ചെയ്തപ്പോൾ, കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ വയ്യാതെ വന്നപ്പോൾ അംബേദ്കറെ കയറി പിടിച്ചിട്ട് അത് പ്രചരണായുധമാക്കി നിൽക്കുമ്പോഴാണ് ഇപ്പൊ BJP ഈ അംബേദ്കർ എന്ന് പറയുന്ന ആയുധം എടുത്ത് ഇന്ത്യയിലുടനീളം. അതാണ് ഇത്രയും നാള് അവർ ഭരിച്ചിട്ടും ഒരു പട്ടിക്കൂട് നിർമ്മിക്കുമ്പോഴും നെഹ്റു എന്നാണ് അവർ പേരിടുന്നത്. അങ്ങനെ നെഹ്റുവിനെ പുകഴ്ത്തി വലിയ ലെവലിൽ എത്തിച്ചിട്ട് ഇപ്പോൾ പരാജയപ്പെട്ടല്ലോ. നെഹ്റുവിന്റെ ആശയങ്ങൾ തന്നെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അംബേദ്കറിനുമായി സ്നേഹം വർദ്ധിച്ചത്. നെഹ്റു എന്തെല്ലാമാണ് ഭരണഘടനയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഭരണഘടനയെ അദ്ദേഹത്തിന് വേണ്ടി തിരുത്തൽ വരുത്തിക്കുന്നത്, ഇതെല്ലാം വെളി വന്നില്ലേ. ഇപ്പം ഈ അംബേദ്കറെ ഉപയോഗിച്ച് OBC അല്ലെങ്കിൽ സംവരണത്തിന്റെ കാര്യം, അല്ലെങ്കിൽ ഈ ഇത്രയും വർഷങ്ങളായിട്ട് അവർ എന്തുകൊണ്ട് ഈ അംബേദ്കറിനെ പ്രണയിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല? അല്ല, ഞാനീ പറഞ്ഞില്ല, ഇപ്പം ഇവർക്ക് പറ്റിയ പ്രശ്നങ്ങളും അപകടങ്ങളെയും മറച്ചു പിടിക്കുന്നതിന് വേണ്ടി അംബേദ്കർ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് വരുന്നു. അപ്പൊ ഞാനീ പറഞ്ഞത് BJP ഇന്നലെ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അംബേദ്കറെ ഏതൊക്കെ രീതിയിൽ കോൺഗ്രസ് അവഹേളിച്ചിട്ടുണ്ട്, അംബേദ്കറോട് കോൺഗ്രസ് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അംബേദ്കറെ ഏറ്റവും കൂടുതൽ അവഹേളിച്ചതാര്, ഇത് നാട്ടിൽ മൊത്തം മൈക്ക് വെച്ച് വേണ്ടി അവർ പറയാൻ പോവാണ്, പ്രചരണം നടത്താൻ പോവുകയാണ്. അതായത് അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ ഈ പറയുമ്പോൾ അംബേദ്കർ ഇപ്പൊ എല്ലാവരും പറയുന്നത് അംബേദ്കറുടെ ഭരണഘടന അംബേദ്കറുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ അംബേദ്കർ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിരുന്നു. ഒരുപക്ഷെ ഗില്ലറ്റിംഗ് അധികാരം ഉണ്ടായിരുന്നു അംബേദ്കർക്ക്. ഭരണഘടനയുടെ ഗില്ലറ്റിംഗ് അധികാരം എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്കകത്ത് 186 അംഗങ്ങളുണ്ടാവും. ആ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ആ അംഗങ്ങളെല്ലാം കൂടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ഓരോ നിയമങ്ങളും ചർച്ച ചെയ്യുകയും, മനസ്സിലാവുന്നത് ഈ ചർച്ച ചെയ്തിട്ട് ചില നിയമങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്നത് വേണ്ട, അല്ലെങ്കിൽ എത്ര ചർച്ച ചെയ്താൽ 3 ദിവസം ഒരു നിയമത്തെ പറ്റി ചർച്ച ചെയ്യുമായിരിക്കും പ്രധാനപ്പെട്ട കക്ഷി. അതിനകത്ത് നെഹ്റു ഉണ്ടാകും, ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളാണല്ലോ ഇതിന്. അപ്പം ആ ഒരു നിയമം വേണ്ടാൻ തീരുമാനിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ ഈ പറയുന്ന അംബേദ്കർ, അദ്ദേഹത്തിന് എത്ര ഡിഗ്രി PG എനിക്ക് ഒരു 3-4 ഉണ്ട്. ഈ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ ഇതോടുകൂടി വിദേശ സർവകലാശാല പഠിച്ചിറങ്ങുകയും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നെഹ്റുവായിട്ടൊക്കെ തുലനം ചെയ്യുമ്പോൾ നെഹ്റുവിനൊന്നുമില്ല. നമ്മളീ പറയുന്ന പോലെ ഇന്ദിരാഗാന്ധിക്കും നെഹ്റുവിനും അവർക്കപ്പുറമുള്ള ആൾക്കാരെ ഏതർത്ഥത്തിലും അംഗീകരിക്കാൻ പറ്റാത്തയും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഗായത്രി ദേവി എന്ന് പറഞ്ഞൊരു സ്ത്രീ എടുത്ത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി പാർലമെന്റിൽ വന്ന സ്ത്രീ എടുത്ത് അടിയന്തരാവസ്ഥ കാലത്ത് കാണിച്ചതും അവരുടെ ഭൂസ്വത്ത് കയറിയതുമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത. ഇത് അതുപോലെ തന്നെ അംബേദ്കർ ഇദ്ദേഹത്തിന്റെ ഈ രീതികൾ, അല്ലെങ്കിൽ
മന്ത്രിസഭയിൽ നിന്ന് വെളിയിൽ പോയത് അറിയാമോ? കുറിപ്പെഴുതി വെച്ചിട്ട് വെളിയിൽ പോയതാ നെഹ്റുവിന്റെ. എന്നിട്ട് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി മഹാരാഷ്ട്രയിൽ ബാക്കി ഒരു പാർട്ടികളും അൻബേക്കർ ആയതുകൊണ്ട് സ്ഥാനാർത്ഥി നിർത്താത്ത സമയത്ത് 2 വട്ടം കോൺഗ്രസ് അവരെ സ്ഥാനാർത്ഥി നിർത്തി അദ്ദേഹത്തെ തോൽപ്പിച്ചത്. അതായത് ഏതൊക്കെ രീതിയിൽ അൻബേക്കറെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാതിരിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പറയാതിരിക്കുന്നതിലും അദ്ദേഹത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിനും ശ്രമിച്ചിട്ടുള്ള കോൺഗ്രസ്സാ. ഇനിയിപ്പോൾ അത് എണ്ണി പറയുന്നതിന് വേണ്ടിയാണ് BJP തയ്യാറാവുന്നത്. അതായത് അംബേദ്കറെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു, ഇവിടുത്തെ OBC-കാരനെ അല്ലെങ്കിൽ ദളിതനെ ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് പറഞ്ഞ് പ്രചരണം നടത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് ഈ കഴിഞ്ഞ 45-50 കൊല്ലം കൊണ്ട് എന്താണ് ഇവിടുത്തെ ദളിതന്മാരോടും അല്ലെങ്കിൽ ഇവിടുത്തെ OBC വിഭാഗത്തോടും അംബേദ്കറോടും ഉൾപ്പെടെയുള്ള ഈ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ചെയ്തികളെന്ന് തുറന്നു കാണിക്കാൻ പോവുകയാണ്. അതായത് ഇവർ ഏറ്റെടുക്കുന്ന സമരങ്ങൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന സമരങ്ങൾ, രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന മുദ്രാവാക്യങ്ങൾ എല്ലാം BJPക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത്. ഏറ്റവും 2014 നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന മുദ്രാവാക്യം, 2019 അദ്ദേഹം ചൗക്കീദാർ ചോറെന്ന് പറഞ്ഞു കൊണ്ടുവന്നതും അദ്ദേഹത്തിനെതിരെ അഴിമതി ഉണ്ടോ എന്ന് പറഞ്ഞത് സുപ്രീം കോടതി അഴിമതിക്കാരനല്ല, ഇനി മേലാൽ അങ്ങനെ വിളിച്ചുകൂടാ എന്ന് പറഞ്ഞത് 2014 എന്തോ കൊണ്ടുവന്ന് 2014 ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചായക്കടക്കാരന്റെ മകനാണെന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അന്നേരം അദ്ദേഹം ചായക്കടക്കാരന്റെ മകനായി, എല്ലാ കവലകളിലും അദ്ദേഹം ചായക്കടക്കാരന്റെ മകനായി, എല്ലാ ആൾക്കാരുടെ ഇടയിലും അദ്ദേഹം ചായക്കടക്കാരന്റെ മകനാന്ന് പറഞ്ഞ് അവതരിച്ചു. അല്ലെങ്കിൽ ഞാൻ OBC-കാരനാന്ന് പറഞ്ഞ് അവതരിച്ചു. ഞാൻ OBC-കാരൻ ആയതുകൊണ്ട് എനിക്ക് എന്താ പ്രധാനമന്ത്രിയാവാൻ അവകാശമില്ലയോ എന്ന് ചോദിച്ചു. OBC-കാരൻ 68-70% കൊണ്ടുവിടും, പിന്നെ സാധാരണക്കാരനാണ് 20 രൂപ. മൻമോഹൻ സിംഗിന്റെ കാലത്ത് 20 രൂപ വരുമാനം ഉള്ളവരാണ് 60% അന്നത്തെ കാലം ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ ഇന്ത്യ. അവിടെ പറയുന്നത് ഇപ്പൊ ചായക്കടക്കാരന്റെ മോന് പ്രശ്നമെന്ന് പറയുമ്പോൾ അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2024 അദ്ദേഹം കൊണ്ടുവന്നതാണ് ഭരണഘടന ഇല്ലായ്മ ചെയ്യുന്നു, OBC അല്ലെങ്കിൽ സംവരണം ഇല്ലായ്മ ചെയ്യാൻ പോകുന്നു, അവർക്ക് ഭൂരിപക്ഷം കൊടുത്താൽ ഈ പ്രചരണത്തിനും അല്ലെങ്കിൽ ഈ പ്രചരണവും ഇനി ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ OBC-കാരനോടും അൻബേക്കറോടും ഇവിടുത്തെ ഭരണഘടനയെ ചെയ്തിട്ടുള്ള സംവരണത്തിനകത്ത് കാണിച്ചിട്ടുള്ള അട്ടിമറിയും എല്ലാം എണ്ണി പറയുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. അതായത് ഏറ്റെടുക്കുന്ന മുദ്രാവാക്യങ്ങൾ BJPക്ക് ആയുധമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയാണോ ഞാനീ പറയാം. 2014 ശേഷം അമിത്ഷായുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ട് MLA-മാരെയും MP-മാരെയും കോൺഗ്രസിനെയും പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലം വന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം 2019 ഒരു BJPയുടെ ഇപ്പോഴത്തെ ഏറ്റവും BJPയുടെ അല്ല RSSന്റെ ദേശീയ ലെവലിൽ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. 2019 ഇലക്ഷൻ മുമ്പ് ഞാൻ സംസാരിച്ചു. അന്ന് സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം UP-യിൽ ഏതാണ്ട് 74 സീറ്റോളം BJP കിട്ടിയല്ലോ അധികാരത്തിൽ വരുന്നത് 2019 UP പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി സമാജ്വാദി പാർട്ടി SP-യും കൂടെ ഒന്നിച്ചു. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ തന്നെ 65% വോട്ട് വരും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് നോക്കുമ്പോൾ. അപ്പം ഞാൻ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് ചോദിച്ചു, ഇതുപോലെ ഇങ്ങനെയാണെങ്കിൽ അവിടെ പണി കാണുമല്ലോ, 65% വോട്ട് അവർക്കുണ്ട്, 50% വോട്ട് പിടിച്ചാൽ മതിയല്ലോ, എങ്ങനെ 50% വേണ്ട ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവരെ എല്ലാം പർച്ചേസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ പണി കിട്ടാൻ പോകാന്നല്ലോ, കോൺഗ്രസ്സിൽ എല്ലാവരെയും അമിത്ഷാ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ, ഇപ്പം പണി കിട്ടാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ആരെയെ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി ആരെ പർച്ചേസ് ചെയ്യാൻ പറ്റും? അന്നേരം അദ്ദേഹം എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞതിനകത്ത് സത്യം അല്ലെങ്കിൽ തമാശ പറഞ്ഞതാണോ യാഥാർത്ഥ്യം പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, UP-യിൽ ഒന്നും സംഭവിക്കത്തില്ല, ഒരു 5 സീറ്റ് കുറയും, അവിടുത്തെ പിന്നോക്കവും അല്ലെങ്കിൽ നമ്മുടെ SP-യുടെ കൂടെയുള്ള യാദവരും ഈ മറ്റേത് ഈ അങ്ങനത്തെ ഒരു സമുദായമാണ് പോലും ഈ BSP-യുടെ, ഇവർ രണ്ടും ഇവിടെ താഴെ തട്ടിൽ ഒക്കത്തില്ല, മേളി നേതാക്കന്മാർ ഒന്നിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. രണ്ടാമത് ഞാൻ ചോദിച്ചു, ഇനി അമിത്ഷാ ആരെയാ പർച്ചേസ് ചെയ്യുന്നത്? നീ ഇങ്ങനെ അത്ര സാധ്യത എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിശ്വസിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല, അമിത്ഷാ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് ആണ് അയാൾ എടുക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം BJPക്ക് അനുകൂലമായിട്ടല്ലേ വരുന്നത്, അല്ലെങ്കിൽ അത് വെച്ചല്ലേ അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുക, അതല്ലേ പ്രധാനപ്പെട്ട അവരുടെ മുദ്രാവാക്യം. ഞാനീ പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധിയുടെ ചെയ്തികൾ കാണുമ്പോൾ, മുദ്രാവാക്യങ്ങൾ കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ രീതികൾ കാണുമ്പോൾ ഇപ്പം തന്നെ ഏറ്റവും അവസാനം സമരത്തിനകത്തൊരു പ്രായം ചെന്ന ഒരു MP-യെ തള്ളിയിട്ട് 5-6 കുത്തിക്കെട്ട്, ഒരു സ്ത്രീക്കെതിരെ
കയ്യേറ്റ ശ്രമം, ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ, ഇതെല്ലാം ഭരണപക്ഷത്തിന് അനുകൂലമാക്കുന്ന ഒരു രീതിയിലേക്ക് ഭരണഘടന എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യം അവസാനം ഭരണഘടനയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛിയുടെ അച്ഛന്, അല്ലാതെ നെഹ്റു എന്ന് പറഞ്ഞ പ്രഥമ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ ഭരണഘടനയ്ക്കകത്ത് എന്തെല്ലാം തെറ്റുകളുണ്ടെന്ന് അറിയാത്ത നാട്ടുകാരെ വിളിച്ചോദിച്ചത്, അടിയന്തരാവസ്ഥയൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തൂലില്ല, അതെന്താന്ന് വരെ വിളിച്ചു പറയുന്ന രീതിയിലേക്കും സഭാരകളാക്കുന്ന രീതിയിലേക്കും വന്നു. ഇനി അടുത്തത് അംബേദ്കറാണ്. അംബേദ്കറിനെ പറ്റി വളരെ കൃത്യമായിട്ട് 54 ആ കാലഘട്ടത്തിലുള്ള ഒരു മനുഷ്യനാണല്ലോ. ഇവിടുത്തെ സാധാരണക്കാരൻ വളരെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ ദളിത് ജനത്തിന് പോലും അറിയത്തില്ല. പടമൊക്കെ കണ്ടിട്ട് അംബേദ്കർ നമ്മുടെ ഒരു നേതാവായിരുന്നു, നമുക്ക് വേണ്ടി പോരാടിയ ആളാണെന്നൊക്കെ അറിയാം. അദ്ദേഹത്തിനോട് ചെയ്ത ചെയ്തികളെ പറ്റി ഇപ്പം BJP മൈക്ക് വെച്ച് കെട്ടി പറയാൻ പോവുകയാണ്. അതായത് BJPക്ക് ഏതെങ്കിലും കുറവ് OBC അല്ലെങ്കിൽ ഇത്തരക്കാരിൽ നിന്ന് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുദ്രാവാക്യം കൂടി ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ RSS നേതാവ് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അമിത്ഷാ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരെയും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, MLA-മാരെയും MP-മാരെയും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിനെയും വളരെ കാലയെ കൂട്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഏറ്റവും അവസാനത്തിൽ ഇപ്പം അംബേദ്കർ എന്താണെന്ന്, അല്ലെങ്കിൽ അംബേദ്കറിനോട് കോൺഗ്രസ് ചെയ്ത് വിളിച്ചു പറയുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഭരണപക്ഷത്തിന് ഉരുത്തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി തയ്യാറായിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.